നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലെ രണ്ട് വിശിഷ്ട വ്യക്തികളെയാണ്. വിശിഷ്ട വ്യക്തികൾ എന്ന് വെച്ചാൽ ആ ഒരു കഥ എത്രമാത്രം വേറൊരാളിൽ പുനർജനിച്ചു എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനായിട്ട് നമുക്ക് രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. അവർ സന്തോഷ് പണ്ഡിറ്റിന്റെ വേറൊരു ചിത്രം, അതായത് ജഗ്ഗു ഫായ് എന്ന ചോക്ലേറ്റ് ഫായുടെ വരവും കാത്ത് അവരെ നമുക്കിന്ന് പരിചയപ്പെടാം. നീയെന്നും കാമാക്ഷി ജന്മപുരജന്മം നീയെന്നും കാമാക്ഷി ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ ഓ സന്തോഷ് ഓ സന്തോഷ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണൻ രാധയും എന്ന സിനിമയാണ്. അതിലൊരു ഏതാനും വരികളാണ് ഇവരിപ്പോൾ ആലോപിച്ചത്. എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രമാത്രം ആ ഒരു വരികളിൽ ആകർഷണമാവാൻ കാരണം? ഇത്ര കാലഘട്ടങ്ങളിൽ ഇത്രയും പെട്ടെന്ന് ഫേമസ് ആയ വേറൊരു നടനില്ല. പോരാടി സന്തോഷ് പാണ്ഡിറ്റിന്റെ വൻ ഹിറ്റായ മലയാള സിനിമയുടെ പ്രതിസന്ധിയെ തകർത്തുകൊണ്ട് കൃഷ്ണനാഥെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇത്രയും കാലം അഭിനയിച്ച മോഹൻലാലിനെ മമ്മൂട്ടിയെ വെറും പട്ടിയാക്കി കൊണ്ടാണ് അവൻ കടന്നു വരുന്നത്. ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. എത്ര വട്ടം ആ സിനിമ കണ്ടു കൃഷ്ണൻ രാധയും? ഞാനും ഒരുമിച്ചാണ് പോയി കണ്ടത്. നമ്മൾ 5 പ്രാവശ്യം ആ സിനിമ കണ്ടു. 5 പ്രാവശ്യം കണ്ടു. ഓരോ തവണ കാണുമ്പോഴും താങ്കൾക്ക് എന്താണ് എനിക്ക് അതിൽ ആ 2 ഡയലോഗ് അത് എനിക്ക് ഇത്രയും കാലഘട്ടമായി കണ്ട സിനിമയെക്കാട്ടി വളരെ ശക്തമായ ഡയലോഗുകളാണ്. ഏതൊക്കെയാണ് ഡയലോഗ് എന്ന് പറയാമോ? കറുത്ത കോഴിക്ക് മുട്ട കറുപ്പാവില്ല. പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ എന്താ അതിന്റെ മാംസം തിന്നാത്തത്? ഈ 2 ഡയലോഗാണ് നമുക്ക് ഏറ്റവും ആകർഷിക്കപ്പെട്ടത്. നമ്മുടെ ഒരു TV പ്രോഗ്രാമാണല്ലോ, അറിയാലോ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള 2 സ്റ്റെപ്പുകൾ കൂടി കാണിച്ചാൽ പ്രേക്ഷകർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടേനെ ഒരു പ്രോഗ്രാം. താങ്കൾക്ക് കളിക്കാവൂ? സന്തോഷ് പണ്ഡിറ്റിന്റെ വെരി ഗുഡ് ആശയം, നല്ലതായ 3 വാക്ക് നമ്മളിവിടെ കാണിക്കുന്നു. ഓക്കെ. രാത്രി ശുഭരാത്രി ഇരിയെന്നും ശുഭരാത്രി ജന്മം പുതുജന്മം നീ എന്നും കാമാക്ഷി ഓ പ്രിയേ ഓ പ്രിയേ ഓ ഓ ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ ഓ ഓ പ്രിയേ. രാത്രി ശുഭരാത്രി ഇരിയെന്നും ശുഭരാത്രി. ഇന്റർവ്യൂവിൽ സഹകരിച്ച നിങ്ങൾക്ക് ഏറ്റവും നന്ദി രേഖപ്പെടുത്തുന്നു. രാത്രി ശുഭരാത്രി നീ എന്നും കാമാക്ഷി.